ഹായ്, ഇതാ ഒരു ഗസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ വിപിനും അഞ്ജുവും മക്കളുമാണ്. അവരന്ന് UK വന്ന അന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറി, പിന്നെ ചേച്ചി വിശദമായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പാവ ആകെ 10 ദിവസത്തെ ലീവിന് എങ്ങനെയാണ് വന്നത്. അതിൽ തന്നെ 2 ദിവസം നമ്മളെടുത്ത് വരിക എന്ന് വെച്ചാൽ നമ്മളോട് മനസ്സടുപ്പമുള്ള ആളുകൾ അങ്ങനെയാണല്ലേ. എന്തായാലും നമ്മളെ കാണാതെ നമ്മളോട് മിണ്ടാതെ ഒരു നേരം നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാതെ അവർ പോയില്ലല്ലേ. എന്തായാലും അത് നമുക്കും വലിയ സന്തോഷമാണ്. കാരണം ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവർ നമ്മളെ കൂടെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണത്. അത് അവർ ഇപ്പോൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ശ്യാമേട്ടൻ അവിടുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിബി മോളെ കയ്യിൽ കെടുത്തി നീന്തൽ പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണല്ലോ. അത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട്, ചിന്ന ചിന്ന ആസൈ, നല്ല അടിപൊളി സിനിമയാണ്. സിനിമയുടെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം എനിക്കിഷ്ടമായിട്ടുണ്ടത്. പഞ്ചുവാണ് പറഞ്ഞത് നല്ല സിനിമയാണെന്ന്. അപ്പോൾ കണ്ടപ്പോൾ നല്ല സിനിമയാണ്. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഒരു 12:30 ആയിട്ടുണ്ട്. അവരിതാ ഹാപ്പി ആയിട്ട് എല്ലാവരും പോവുകയാണ്. പിറ്റേ ദിവസം വിപിന് UK പോകേണ്ടതാണ്. അപ്പോൾ ദാ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. അച്ഛൻ വന്നില്ലായിരുന്നു. അച്ഛൻ അവിടെ രാത്രി വേറൊരു ഫംഗ്ഷൻ ഉള്ളത് കാരണം പിന്നെ അച്ഛൻ വന്നില്ല. അങ്ങനെ ആ 12:30 പകുതി ഉറങ്ങിയിട്ടാണ് മക്കളൊക്കെ പോകുന്നത്. മക്കൾക്ക് പിന്നെ എന്താ പറയുക, കുറച്ചല്ലേ അവർ നല്ല ഫാസ്റ്റ് ആക്ഷൻ മൂവിയൊക്കെ കാണുന്നതുകൊണ്ട് ഇങ്ങനത്തെ സിനിമയൊന്നും മക്കൾക്ക് വലിയൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും തന്നെ വളരെ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവർ പോയി. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങുകയാണ്. പിന്നെ പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ലേറ്റായി എഴുന്നേറ്റാലും നമുക്ക് വലിയൊരു കുഴപ്പമില്ലല്ലോ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ അന്ന് നമ്മൾ സിനിമ കാണാൻ നിൽക്കൂലായിരുന്നു. അപ്പോൾ അതാ അവർ പോയി. ശ്യാമേട്ട ഗേറ്റൊക്കെ പൂട്ടി. ഞങ്ങളും കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബായ്.